ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണിയുടെയാണ്. റൈസും ചിക്കനും വേറെ വേറെ ഉണ്ടാക്കി അതിനുശേഷം ദമ്മാക്കുന്ന ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണിത്. ആദ്യം തന്നെ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മുടെ സ്പൈസസ് ആയ കറുവപ്പട്ട, തക്കോലം, ഏലക്ക, ഗ്രാമ്പു, അതിൻ്റെ കൂടെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം സബോളയും ചേർത്ത് കൊടുക്കുക. നന്നായി വെയിറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. തക്കാളി നന്നായി പാകമായതിനു ശേഷം അതിലേക്ക് മസാല ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല എന്നിവയാണ് നമ്മൾ ചേർത്തത്. മസാല എണ്ണയിൽ കിടന്ന് നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്ക് 2 സ്പൂൺ തൈര് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കനെ ആഡ് ചെയ്യാം. ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനോട് കൂടെ തന്നെ നമുക്ക് ഇനി റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിന് ആദ്യം തന്നെ പാൻ എടുത്ത് പാകത്തിന് വെള്ളം എടുത്ത് അതിലേക്ക് നമ്മുടെ പഴയ മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നന്നായി തിളപ്പിക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന സ്പൈസസിൻ്റെ മണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് റൈസും ആഡ് ചെയ്യാം. നമ്മളിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കണം. അപ്പോൾ ഏകദേശം 11 മിനിറ്റ് കൊണ്ട് തന്നെ അരി പാകമായിട്ട് കിട്ടും. റൈസ് പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ദമ്മിനിടാൻ വേണ്ട കിസ്മസും കാഷ്യും ഒണിയനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബട്ടറിലും ഗീയിലും എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അടുത്തതായി ദമ്മ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പാകമാക്കി മാറ്റി വെച്ച റൈസ് അത് ഒരു 50% മാറ്റി അതിലേക്ക് ചിക്കൻ ഇട്ട് നമുക്ക് റൈസ് കൊണ്ട് മൂടി അങ്ങനെ സെറ്റ് ചെയ്യാം. ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ലെയർ മാത്രമാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെയർ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യും അതുപോലെ കിസ്മിസും ഒണിയനും പിന്നെ കുറച്ച് നെയ്യും പുതിയനയിലും എല്ലാം ഇട്ട് നമുക്കിത് അടച്ചു വെക്കാം. നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ സ്റ്റീം പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ നമ്മൾ ദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മിക്സ് ചെയ്യണതാണ്. ദമ്മായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കാനാണ്. നമ്മൾ ദം ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല ചിക്കൻ്റെ ഫ്ലേവറും ആ മസാലയുടെ ഫ്ലേവറും അതെല്ലാം ഇപ്പോൾ റൈസിനും കൂടിയും കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.